എന്തൊക്കെയാ മുത്തശ്ശി പറയുന്നത്? വാ നമുക്ക് വീട്ടിൽ പോകാം. നമുക്ക് വീട്ടിൽ പോവാന്ന്. ഞാൻ വരില്ല, ഞാൻ വരില്ല. അമ്മ വന്നേ, പറയുന്ന കേക്ക്. അമ്മ വന്നേ, നമുക്ക് വന്ന് പിന്നെ നോക്കാം. ഞാൻ പറയുന്നത് ഭഗവാനാണ് സത്യ. പ്രിയങ്കമോൾ ഇതിനകത്തുണ്ട്, ഒന്ന് കയറി നോക്കടാ. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അമ്മ വന്നേ. എടാ ദേവാ, മുത്തശ്ശി നടക്ക്, നമുക്ക് നോക്കാം. എടാ എന്റെ മോൾ അതിനകത്തുണ്ടെന്ന്. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോനെ. മോനെ, മോനെ ഒരു വണ്ടി കിട്ടുന്നിടത്ത് ഞങ്ങൾ ഇറക്കി വിട്ടാ മതി. ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മേ. വേണ്ട, ഞങ്ങൾ എന്തായാലും കൂടെ വരാം. ദേവ, ഇവര് ചതിക്കും. മോനെ, നീ അച്ഛൻ പറയുന്ന പോലെ ചെയ്താ മതി. ദേവ, നിന്റെ മോള് മരിച്ചിട്ടില്ല, അവൾ ഇതിനകത്തുണ്ട്. ഞാൻ പറയുന്നത് എന്നെങ്കിലും നിനക്ക് ബോധ്യമാവും. അമ്മ എന്നും മിണ്ടാതിരിക്കും. വന്ന് വണ്ടി ദേവ, മോനെ. വാ അമ്മേ. ദേവ, നീ ഫ്രണ്ടിൽ കയറി. ഗൗതം, ചെറിയച്ഛൻ കഷ്ടപ്പെട്ടതും ജയിലിൽ പോയതൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാ. നമുക്ക് നേട്ടം ഉണ്ടാവുന്ന കാര്യങ്ങളെ ചെറിയച്ഛൻ ആലോചിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ ചെറിയച്ഛൻ ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുമ്പോ ഒന്നും ചെയ്യാതെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ ശരിയല്ല. നിന്റെ ഒരു കാര്യത്തിനും അച്ഛൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. നിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ പോലും സ്വന്തം തെറ്റുകളായിട്ട് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അവളോ ആഗ്രഹിച്ചതൊക്കെ നേടി. വരുണ്ട ഭാര്യയായി, കണിമംഗലത്തിന്റെ മരുമകളായി. നഷ്ടം എനിക്ക് നിനക്കുവാ. അമ്മ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം, രാധികയെ കൊല്ലണം. അച്ഛൻ ജയിലിൽ കിടക്കുന്നത് എന്റെയും നിന്റെയും മനസ്സില് ഒരു തീരാവേദനയായി കിടക്കുന്നത് പോലെ കണിമംഗലത്തുകാരുടെ നെഞ്ചിലെ നീറ്റലായിട്ട് രാധികയുടെ മരണവും കാണണം. പറ്റുമോ നിനക്ക്? പറ്റും. ഇന്ന് തന്നെ ഞാൻ അത് ചെയ്തിട്ടേ പോകുന്നു. ഗൗതം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഇല്ലാതാക്കി സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയണ്ട. ആരും അറിയാതെ അവളെ ഇല്ലാതാക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. കൽപ്പന പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എങ്കിൽ ഗൗതം വാ, പുറകുവശത്തെ ഗൗണി വഴി ടെറസിലേക്ക് കയറിയാൽ മതി. ചെയ്യാനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അതുവഴി നീ ഇറങ്ങിപ്പോണം. ഇതെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് പാടിപ്പോരുത്. അച്ഛന് വേണ്ടിയാ, മനസ്സിലായോ? മനസ്സിലായല്ലേ? എനിക്ക് പിഴക്കില്ല. ഇന്ന് രാത്രി രാധികയുടെ മരണത്തിൽ ഈ കുടുംബം കരഞ്ഞിരിക്കും. എങ്കി വാ. മുമ്പൊരിക്കലിങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെടിച്ചട്ടിയെല്ലാം അവിടുന്ന് മാറ്റി വെച്ചതാ. വാ നോക്കാം. വന്നേ.
ഇത്രയും കനമുള്ളൊരു ചെടിച്ചട്ടി അങ്ങനെ വെറുതെ ഒന്നും താഴോട്ട് വീഴില്ല. താൻ കടന്നു വരുന്നതിന്റെ കൃത്യം മുന്നിലായിട്ട്. ഇതെന്തായാലും ആരോ മനഃപൂർവ്വം ചെയ്തു തന്നെയാ. വരുൺ മുമ്പൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പരിഹാരവും ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ടും അത് വീണ്ടും ആവർത്തിക്കാന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല.